തോരും മുമ്പിൽ ഒടുവിൽ ചെയ്ത തെറ്റിനെല്ലാം അലീനയോട് മാപ്പ് ചോദിച്ച് പൗലോസ്. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, മഴ തോരും മുമ്പിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് വേറെ ഒന്നും അല്ലാട്ടോ. അതായത് നമ്മുടെ പൗലോസിൻ്റെ അടുത്ത് സ്റ്റാൻലി പറയുകയാണ്, തൻ്റെ അധികാരമാണ് ഞാൻ അലീനയ്ക്ക് കൈമാറുന്നത് എന്നും അതുകൊണ്ട് തന്നെ അലീനയെ ഇനി നിങ്ങളെല്ലാവരും അനുസരിക്കണമെന്നും പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ പൗലോസെ, നിന്നോട് പ്രത്യേകിച്ച് നീ അലീനയുമായിട്ട് ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ പ്രശ്നങ്ങളിൽ ഏർപ്പെടാനോ നിൽക്കരുത് എന്ന് പറയുന്നത് കാണാൻ കഴിയും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ, കാര്യങ്ങൾ വളരെ ഗുരുതരമാകുമെന്നും പിന്നെ നീ വേറൊരു സ്റ്റാലിനെ ആയിരിക്കും കാണുക എന്നും സ്റ്റാൻലി പൗലോസിനെ അറിയിക്കുന്നു. ഇനി നിനക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമെങ്കിലില്ലെങ്കിൽ നിനക്ക് പോകാവുന്നതാണ്. വർഷങ്ങളോളം നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അതൊക്കെ ശരി തന്നെയാണ്. എന്നിരുന്നാലും നീ എൻ്റെ മകളോട് മര്യാദകേട് കാണിച്ചാൽ തീർച്ചയായിട്ടും നിനക്ക് സ്ഥാനം പുറത്താണ് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയം പൗലോസ് ഒന്നും മിണ്ടാതെ പോകുന്നു. പപ്പ, അങ്ങനെ പറയേണ്ടതില്ല. പൗലോസേട്ടൻ നല്ലൊരാളാണ്. പക്ഷേ ഉണ്ടെങ്കിൽ പൗലോസേട്ടന് ചെറിയ ഒരു കള്ളത്തരമുണ്ട്, ഒരു ചെറിയ അഹങ്കാരമുണ്ട്. അത്ര മാത്രമേ കുഴപ്പമുള്ളൂ എന്ന് അലീന പറഞ്ഞു വയ്ക്കുന്നു. അത് ശരിയാക്കി കഴിഞ്ഞാൽ പൗലോസേട്ടൻ നല്ലൊരു വ്യക്തിയാണ്. അല്ലാതെ പൗലോസേട്ടനോട് എനിക്ക് വിദ്വേഷമോ വൈരാഗ്യമോ ഒന്നും തന്നെ ഇല്ല എന്ന് പറയുന്നു. പപ്പയുടെ മുതൽ നശിപ്പിക്കുന്ന ആ വ്യക്തിയിലെ ആ വ്യക്തിയോട് മാത്രമേ എനിക്ക് ദേഷ്യമുള്ളൂ എന്ന് പറയുന്നു. ആ ക്യാരക്ടറിനോട്, ആ സ്വഭാവത്തോട്, അല്ലാതെ പൗലോസേട്ടനോടല്ല എന്ന് പറയുന്നു. എനിക്ക് പൗലോസേട്ടനുമായിട്ട് എന്തിനു യുദ്ധം ചെയ്യണം? അതിൻ്റെ ആവശ്യകതയൊന്നും പപ്പയ്ക്ക് അറിയില്ലേ എനിക്കില്ല എന്ന്. കാരണം പൗലോസേട്ടനെ എനിക്ക് അറിയുകൂടിയില്ല. പിന്നെ ഞാൻ പൗലോസേട്ടനെ ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യകത എന്തെങ്കിലും ഉണ്ടോ പപ്പ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ അലീനയാണെങ്കിൽ പൗലോസിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. പൗലോസ് ഡ്രൈവറിൻ്റെ അടുത്ത് പറയാണ്, കേണൽ സാബ് തന്നോട് അലീനയെ അനുസരിക്കാൻ പറഞ്ഞെന്നും പറ്റില്ലെങ്കിൽ നിർത്തി പോയിക്കൊള്ളാനായിട്ട് പറഞ്ഞെന്നും ഇനി മുതൽ ആളുടെ മോളുടെ ഭരണമാണെന്നും പറഞ്ഞു എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ പൗലോസേട്ടാ, അതൊക്കെ എപ്പോൾ നടന്നു എന്ന് ചോദിക്കുമ്പോൾ ദേ ഇപ്പോഴാണ് നടന്നത്. ഇനി നീ മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ ഏതാണ്ട് നിൻ്റെ കാര്യവും തീരുമാനം തന്നെയാണ്. നിൻ്റെ ജോലിയും തെറിക്കും മോനെ. മര്യാദയ്ക്ക് നിന്നാൽ നിനക്കിവിടെ നിൽക്കാമെന്ന് പറഞ്ഞ് വായെടുക്കവേ അലീന പൗലോസിനെ കാണാനായിട്ട് എത്തുകയാണ്. പൗലോസേട്ടാ, എനിക്ക് സത്യം പറഞ്ഞാൽ പൗലോസേട്ടനോട് യാതൊരു വിദ്വേഷമൊന്നുമില്ല കേട്ടോ. പൗലോസേട്ടൻ എന്നെ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് പറയുന്നു. എനിക്ക് പൗലോസേട്ടനെ എപ്പോഴും ഇഷ്ടം തന്നെയാണ്. പക്ഷേ പൗലോസേട്ടൻ കള്ളത്തരം കാണിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് പൗലോസേട്ടനെ ഇഷ്ടമല്ലാത്തത്. പൗലോസേട്ടൻ പപ്പയെ ചതിക്കുമ്പോഴാണ് ഈ പ്രശ്നമുണ്ടാകുന്നത് എന്ന് പറയുന്നു. പപ്പയുടെ സ്വത്തുക്കൾ നശിപ്പിച്ച് കളയുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യവുമില്ല എന്ന് പറയുന്നു. ഇപ്പോൾ പൗലോസേട്ടന് കിട്ടേണ്ടത് കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നു. പൗലോസേട്ടന് ഇത്രയും നാൾ കേണൽ സാബിനോടല്ലേ അനുവാദം ചോദിക്കേണ്ടതായിരുന്നു, ഇനിയിപ്പോൾ എന്നോടാണ് ചോദിക്കേണ്ടത് എന്നുള്ള കാര്യം അലീന പൗലോസിനെ ഓർമ്മിപ്പിക്കുന്നു. യുദ്ധത്തിനോ തല്ലുപിടിക്കാനോ ഞാൻ ഒന്നിനുമില്ല എന്ന് അലീന നേരത്തെ പറയുന്നുണ്ട്. പൗലോസേട്ടൻ നേർവഴിക്കാണെങ്കിൽ ഞാനും കൃത്യമായി നേർവഴിക്കായിരിക്കുമെന്ന് അലീന പൗലോസിനോട് പറഞ്ഞു വയ്ക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ പൗലോസ് എന്ത് ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യാൻ തുടങ്ങാൻ കേട്ടോ. അപ്പോഴും പൗലോസ് വീണ്ടും ഒരു തെറ്റ് ചെയ്യുകയാണ് എന്ന് കാണാം. തെറ്റുകളെല്ലാം
ഇപ്പോൾ അലീനയ്ക്ക് ശിക്ഷിക്കാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ പൗലോസേട്ടാ, നിങ്ങൾ ഇനി ഇവിടെ ജോലി ചെയ്യണമെന്നില്ല എന്നും നിങ്ങൾക്കിപ്പോഴും എന്നോടുള്ള ദേഷ്യവും വിദ്വേഷവും മാറിയിട്ടില്ല എന്നും ഇങ്ങനെ വെട്ടിക്കളയാനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്നും ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ മാന്യമായും മര്യാദയ്ക്കും നിൽക്കണമെന്നും അലീന പൗലോസിനോട് പറയുകയാണ്. തുടർന്ന് സ്റ്റാൻലി പപ്പയോട് പറയുന്നുണ്ട്, പൗലോസേട്ടൻ എന്നെ അനുസരിക്കുന്നില്ല, ഞാൻ പറയുന്നത് ചെയ്യുന്നില്ല, കേൾക്കുന്നില്ല എന്ന്. ഇതേ സമയം സ്റ്റാൻലി പൗലോസിൻ്റെ അടുത്തേക്ക് കലിതുള്ളി ചെല്ലുകയാണ്. അവൾ ആരുടെ മകളാണെന്ന് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുന്നു പൗലോസെ എന്ന് വിളിച്ചുകൊണ്ട്. ഇതേ സമയം അത് അലീന കുഞ്ഞ് കേണൽ സാബിൻ്റെ മോളല്ലേ എന്ന് പറയുമ്പോൾ, അപ്പോൾ നിനക്ക് അറിയാം, എന്നിട്ടും നീ എന്തിനാണ് പൗലോസെ ഇത്രയും ധിക്കാരം കാണിക്കുന്നത് എന്ന് നമ്മുടെ സ്റ്റാൻലി ചോദിക്കുന്നു. സാറേ, ഞാൻ എന്തു ചെയ്താലും കുറ്റമാണ് എന്ന് പറയുമ്പോൾ, അവൾ പറയുന്നത് പോലെ ചെയ്യാനല്ലേ പൗലോസ് ഞാൻ നിന്നോട് പറഞ്ഞത്? എൻ്റെ ഇഷ്ടത്തിന് ചെയ്യാനല്ലല്ലോ, അവളുടെ ഇഷ്ടത്തിന് ചെയ്യാനല്ലേ പറഞ്ഞത്? എൻ്റെ മകൾ എന്ത് പറയുന്നു അതുപോലെ തന്നെ അനുസരിക്കാനല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത്? പിന്നെ നിങ്ങൾ എന്തിനാണ് അതനുസരിക്കാതിരിക്കുന്നത്, നിങ്ങളുടെ ഇഷ്ടം ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ്. പൗലോസെ, നിനക്ക് പറ്റില്ലെങ്കിൽ നീ കളഞ്ഞിട്ട് പോയിക്ക്, യാതൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല, കാര്യങ്ങളൊക്കെ എൻ്റെ മോള് നോക്കിക്കോളും എന്ന് പറയുന്നു. നിനക്ക് പോകണമെങ്കിൽ പോകാം എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. നിന്നെ ഞാൻ ആദ്യം വിടണ്ട എന്നാണ് വിചാരിച്ചത്. ഈ നിലയ്ക്ക് എൻ്റെ മകളുമായിട്ട് യുദ്ധത്തിന് വരികയാണെങ്കിൽ നിനക്ക് പോകാവുന്നതാണ്, നിന്നെ ആരും ഇവിടെ തടഞ്ഞു നിർത്തുന്നൊന്നുമില്ല എന്ന് പറയുകയാണ്. ഒടുവിൽ പൗലോസ് കേണലിൻ്റെ അടുത്ത് തനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന് പറയുന്നു. താൻ ഇനി അനുസരിച്ചോളാം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റാൻലി, നീ എൻ്റെ അടുത്തല്ല പറയേണ്ടത്, അലീനയുടെ അടുത്ത് പോയി പറയേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വിടുകയാണ് പൗലോസിനെ. ഇതേ സമയം പൗലോസിനെയും കൂട്ടിക്കൊണ്ട് സ്റ്റാൻലി അലീനയുടെ മുൻപിലെത്തുന്നു. ഒടുവിൽ അലീനയുടെ മുൻപിൽ കൈകൂപ്പിക്കൊണ്ട് പൗലോസ് മാപ്പ് പറയുകയാണെന്ന് കാണാം. ഇതേ സമയം പൗലോസേട്ടാ, ഞാൻ ഇപ്പോഴും പൗലോസേട്ടനോട് പറയാം, എനിക്ക് പൗലോസേട്ടനോട് ഒരു ശത്രുതയില്ല. പൗലോസേട്ടൻ ഞാൻ പറയുന്ന രീതിയിൽ ചെയ്യുകയാണ്, നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. പൗലോസേട്ടൻ്റെ ഇഷ്ടം അത് നടക്കില്ല എന്ന് പറയുന്നു. പഴയ രീതിയിൽ മീനൊക്കെ വെട്ടിക്കാട്ടിക്കളയുന്നൊന്നും നടക്കില്ല എന്ന് പറയുന്നു. ഞാൻ പറയുന്നതിൽ നിന്ന് ഒരു ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് അലീന പറയുന്നു. അനുസരിക്കാമെങ്കിൽ ഇവിടെ തുടരാമെന്ന് പറയുന്നു. ഒടുവിൽ പൗലോസ് അലീനയോട് മാപ്പ് പറഞ്ഞ് ഞാനെല്ലാം അനുസരിച്ചോളാം കുഞ്ഞേ എന്ന് പറഞ്ഞുകൊണ്ട് അലീനയോട് പറയുമ്പോൾ അലീന പൗലോസിനെ തൻ്റെ കൂടെ നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് കാണാം. അപ്പോൾ സബ്സ്ക്രൈബ്